ഹായ് ഓൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീമത്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ എവിടെ സ്റ്റാൻഡ് അടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗംഗാ നദിക്ക് അടുത്ത് തന്നെ അവിടെ നിന്ന് പുറത്തോട്ടൊക്കെ അത്യാവശ്യം സാധനങ്ങൾ കാണാൻ കിട്ടുന്ന കടയുണ്ട്. കട പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കട ഞാൻ കാണിക്കാം. ഇവിടെ കേട്ടോ നമ്മുടെ സ്റ്റേയിരുന്നു. അത്യാവശ്യം ആൾക്കാർ കൂടെയാണ് കിടന്നുറങ്ങിയത്. രാവിലെ ഇപ്പോൾ ആരെയും കാണാൻ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ചെഞ്ചിൽ കിടക്കുന്നത് ചെഞ്ചൊക്കെ ഓടിഞ്ഞ് ഒരവസ്ഥ എനിക്കാണ്. ചെഞ്ച് കണ്ടില്ലേ, ചെഞ്ചൊക്കെ തീർന്ന് ഒരവസ്ഥയിലാണ്. പുറത്തെ കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. മൊത്തം കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം ഇപ്പോൾ 7 കഴിഞ്ഞ് നല്ല വെയിലാണ്. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം അടുത്ത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ കിടന്നുറങ്ങി അവിടെ കേട്ടോ. അവിടെ നിന്ന് കഴിച്ച് ഉറക്കെ കഴിച്ച് റെഡിയായി. ഇവിടെ ക്ഷേത്രത്തിനെ കണ്ടു വന്നു. ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റില്ല, കാര്യം കുളിച്ചിട്ടില്ല. ഇവിടെ ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റില്ല. ഇവിടെ മൊത്തം കടലാണ് കേട്ടോ. കടകളിൽ പേര് കേട്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം തുണി കാര്യങ്ങളൊക്കെ അത്യാവശ്യം പേര് കേട്ട സ്ഥലമാണ്. റേറ്റും കുറവൊക്കെയാണ് ഇവിടെ. ഡ്രസ്സിൻ്റെ ആയിട്ട് ഫുഡൊക്കെ അത്യാവശ്യം വെറൈറ്റാണെങ്കിൽ തന്നെ തുണിയുടെ കാര്യങ്ങളൊക്കെ റേറ്റ് കുറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം വലിയ റോഡുകളിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കഴിഞ്ഞ് ചെറിയ റോഡുകളിൽ നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് തന്നെ ഏകദേശം 5 കിലോമീറ്റർ എടുത്തിട്ടുണ്ട്. 1 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുള്ളൂ, 1.5 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 5 കിലോമീറ്റർ നിവർത്തുണ്ട്. അപ്പോൾ എന്തായാലും നടന്ന് കഴിഞ്ഞാൽ പോകണം. കാര്യം ഫുൾ ബൈ റോഡിലായതുകൊണ്ട് വേറെ വണ്ടിയൊന്നും കിട്ടത്തില്ല. നമ്മൾ വഴി വെച്ച ആൾക്കാർ പിടിച്ചെടുത്തിട്ട് ആൾക്കാർ സെൽഫി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതാ അവർ ആ ക്യാമറ കോണായിക്കൊണ്ട് ഇപ്പോൾ വരും. എന്തായാലും ഇനി ഇവിടെ നിന്ന് സെൽഫി എടുക്കണമെന്ന് വെച്ചാൽ മുടി കണ്ട് പ്രശ്നമായിട്ട് സെൽഫി എടുക്കേണ്ടത് ആൾ വരെയാണ് കേട്ടോ. സെൽഫി എടുത്തിട്ട് കാണാം. ഫോട്ടോ എടുത്ത് കൊടുത്ത് നല്ല സന്തോഷമാക്കി ചാറ്റ കൊടുത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബാക്കി നടക്കണം. നടന്നതിന് ബാക്കിയുള്ള ദൂരത്തിനും കയറാറുണ്ട്. മെയിൻ റോഡിൽ നിന്ന് അത്യാവശ്യം ഇടവഴി കൂടെ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടവഴിയാണ് പോകുന്നത്. ഈ റൂട്ടിൽ കൂടെ ഇവിടെ അത്ര ഇടറൂട്ട് അത്ര സേഫൊന്നുമല്ല. യാത്രയുടെ പ്രശ്നങ്ങൾ ഒട്ടും സേഫല്ല. അങ്ങനെ വഴികളുടെ പൊയ്ക്കൊണ്ടിരിക്കണേ. ഈ വഴി എന്നാണ് കുറേ പേര് പറഞ്ഞത്. മാപ്പിൽ നോക്കിയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഈ വഴിയാണ് പോകണേ ഇപ്പോൾ. അപ്പോൾ അത്യാവശ്യം അതിനേക്കാളും കുറേ കൂടെ ചെറുതല്ല ഇടവഴി കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂട്ട് വഴിയാണ് ഇപ്പോൾ പോകണേ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2 ആളിന് നടന്നു പോകേണ്ട ഗ്യാപ്പ് അത്രയേ ഉള്ളൂ. ഇവിടെ 2 ഇടയ്ക്ക് ഇപ്പോൾ കൂടി 3 ആളിന് നടക്കാം. അത്രയും ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. കബീർ മതി ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഈ റൂട്ടാണെന്ന് തോന്നുന്നു. നോക്കി നോക്കട്ടെ. റൂട്ട് കറക്റ്റാണ്. ഈ വഴി എന്നാണ് പറഞ്ഞ ആൾ വന്ന വഴിക്കാണ്. 2 മതിലൊക്കെ അത്യാവശ്യം സെറ്റ് ചിത്രകലയൊക്കെയാണ് ഇവിടെ. പൊളി മതിലൊക്കെ ഒന്ന് വഴിക്കൊണ്ടാണ് കേട്ടോ. ഫുൾ സെറ്റ് ചിത്രകലയൊക്കെ. ഇതാണെന്നാണ് തോന്നണത്. നോക്കി നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഇതാണ് കേട്ടോ കബീർ മന്ദിർ. അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. കബീർ ദാസ് ജനിച്ച സ്ഥലം അത്യാവശ്യം ആൾക്കാർക്ക് അറിയായിരിക്കും. നമ്മുടെ ഹിന്ദിയുടെ ഒരു പഴയ കവി എന്ന് തന്നെ പറയാം. അടിപൊളി ആളാണ്. അപ്പോൾ ആൾ ജനിച്ച സ്ഥലം ഇവിടെയാണ്. വാരണാസി എന്നറിയായിരുന്നു മുന്നേ. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഗൂഗിളിൽ അന്വേഷിച്ചപ്പോൾ പിന്നെ കിട്ടിയ അറിവാണ് ഇവിടെ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ അവിടെ കൂടെ കണ്ടിട്ട് പോകുന്ന രാവിലെ കയറിയതാണ്. കയറുമ്പോൾ അത്യാവശ്യം വൃത്തിയായിട്ട് പറഞ്ഞ് കയറണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വന്നു പറഞ്ഞാൽ അവർ കാലൊക്കെ കഴുകിയിട്ട് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി കാല് കഴുകണം. ഇവിടെ നിന്നിട്ട് നേരെ അകത്തോട്ട് കയറണം. നമ്മൾ കാല് കഴിയുന്നപ്പോൾ കണ്ടാണ് കേട്ടോ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ 2 പ്രതിമകൾ. അടിപൊളി. ഇതിനകത്തുള്ള ഞാൻ ക്യാമറ ഇട്ട് കൊടുക്കും. കേരള ദുംനേക്കില്ലായ. അപ്പോൾ കബീർ മന്ദിർ ഇവിടെയാണെന്ന് തോന്നുന്നു. അകത്തോട്ടൊന്ന് കയറേണ്ട നോക്കട്ടെ. ഇവിടുത്തെ ഗൈഡിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ മൊത്തം കഥകൾ ആൾ പറഞ്ഞതെന്ന് പറഞ്ഞേക്കാണ്. ബൈ ബോയ് തെർക്ക കഹാനി. മൊത്തം ചിത്രകലകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇതിലൊക്കെ സെറ്റിയതാണ്. മണ്ണിൽ സിമൻറ്റ് ശില്പകല. ശില്പകലകളാണ്. गांधी जी हैं। गांधी जी की माता जी जो है कि कबीरपंथी थी। और कबीरपंथ से जो है कि महात्मा गांधी का बहुत जो है कि जुड़ाव था। तो वो जो है यहाँ पर आए थे, वही उनका दिया हुआ है। वहाँ पर नंबर 51 में आए थे। हाँ ऊपर में मेन स्टार्टिंग ऊपर में सदगुरु कबीर साहब की जन्म स्थली, उसी कर्म स्थली है, वहाँ रहते थे। ये उनको राजा जो है परिसर दान में दिए।
नहीं। जो उनकी मेन स्थली है, इस सीढ़ी चढ़कर ऊपर जाकर है, जिसको नीरू टीला कहते हैं यहाँ पर। आप ही आओ। कबीर का घर, कबीर ने बैठा नोट। पोस्टर जो है लहतारा मंदिर जहाँ जन्म हुआ है कबीर साहब का, वहाँ पर ही बना हुआ है, ऐसा ही है लहतारा मंदिर। एक कबीर साहब की चक्की है, कबीर साहब के समय की चक्की। हाँ വർക്കിംഗ് വേണേ डैमेज बहुत अभी डैमेज और डैमेज हो गया ना, बिगड़ चुकी है। बहुत वर्ष इसी पर चलती चक्की देख के दियो कबीरा हुए, पाखंड के बीच में बचो नशा हो। ഇപ്പോൾ കബീർദാസിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്, നമ്മുടെ പ്രശസ്ത കവി। ये जो इस साइड का परिसर है, ये पूरा राजा दान में दिया है, ये सब पूरी जमीन राजा की थी। और जो उनका असली घर था कर कबीर साहब का, कर हाँ उनका घर यही था। इसी जगह कबीर साहब पले पढ़े बढ़े और इसी जगह उनकी झोपड़ी रहा करती थी। अब वहाँ आपको नुक्कड़ से बताते हुए, ഇപ്പോൾ കബീർദാസ് ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ എല്ലാം എവിടെയാണ് കേട്ടോ. അപ്പോൾ ആ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. ये कबीर साहब की कर्म भूमि, मतलब रहते थे, जन्म स्थान नहीं है। जन्म स्थान नहीं है, जन्म स्थान नहीं है, जहाँ रहते थे वो जगह है। वो जन्म कहाँ है? हाँ। जन्म उसका जन्म स्थान आपको लहतारा, ലഹ്താര, यहाँ से 4 किलोमीटर दूर, 6 किलोमीटर। ഇത് യവാസേ. हाँ എടാ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ. ഓ ഇവിടെയാണ് വളർന്നത് എല്ലാവർക്കും. നമ്മൾ പോകുന്നത് ജന്മസ്ഥലത്താണ്. ये उनके माता पिता नीरू नीमा है, नीरू नीमा जुलाहे थे, एक मुसलमान थे। ये देखिए ये नीरू जी है और नीमा जी है। और इनकी जो है शादी जो है कि वो यहाँ पर आपका जो है कि मड़ुआदी नामक एक जगह है, वहाँ पर इनकी औरत रहती थी, वहाँ पर उनकी शादी हुई थी। और जब उस जगह से लेकर आ रहे थे तो लहतारा नामक एक तालाब था, उस तालाब में जब नीमा जी को प्यास लग गई तो जो पहले का वो नहीं होता था शादी लेकर चलने वाला डोली में से जब उतरी तो उनको प्यास लगा, गए नदी के पास पानी पीने, तो उनको एक बच्चे के रोने का आवाज़ आया कि, तो मतलब भावुक हो गई कि मतलब कहाँ है। जब देखी तो तालाब के बीचों बीच कमल के पुष्प में कबीर साहब जो है थे, तो उसको उठाकर ले जाने के यहाँ लाने के लिए सोची। तो राजा जो है जो नीरू जी थे वो जो कहे कि अगर तुम ले जाएंगे तो वहाँ पर लोग क्या सोचेंगे कि मतलब अभी जस्ट शादी हुआ, बच्चा कहाँ से आ गया। हर कोई सोचता है शादी अभी हुआ, बच्चा कहाँ से आ गया। तो वो जो है तलवार से काटने जा रहे थे, तो ऊपर से आकाशवाणी हुई, मतलब परमात्मा जो है आवाज़ दिया कि खोलो, मतलब कि ये जो मैं जो है कि तुम्हें लोग के लिए पैदा हुआ हूँ, मैं यहाँ पर तुम्हें लोग के लिए पैदा हुआ हूँ, तुम अपने साथ मुझे ले चलो, मैं तुम्हारा कल्याण करने के लिए पैदा हो। तो वो लेके आते हैं, तो उनके घर के लोग हैं जो भी लोग थे उस समय वहाँ, तो ये लोग मतलब कि देख रहे हैं कि मतलब कि क्या, अरे अभी जस्ट शादी करके ला रहे हैं, हाथ में बच्चा कहाँ से आएगा। ये कबीर साहब का नामकरण के समय का मौलवी साहब है, ये मौलवी साहब हैं और ये उनके माता पिता हैं और ये इनका नामकरण कराने आए हैं। तो मौलवी साहब जो अपना कुरान है, कुरान में खोलते हैं, देखते हैं, तो उसमें जो है सिर्फ कबीर पूरे पुस्तक में, जो कुरान पुस्तक था उस पूरे पुस्तक में कबीर 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 लिखा गया, तो इसीलिए इनका नाम कबीर पड़ा। और मौलवी साहब का कहना था कि कबीर किसी पुरुष का नाम नहीं हो सकता, वो परमात्मा का नाम कबीर है, तो बाद में इनका नाम कबीर पड़ा। ये सुन्नत नहीं होता मुसलमानों में, सुन्नत वो जो काटा जाता है, तो सुन्नत जब करने जा रहे थे मौलवी लोग, तो सुन्नत के समय मतलब कि बहुत बड़ा भूचाल भूकंप आया और सब लोग कबीर साहब को देख रहे, चारों तरफ कोई टोपी बचा रहा है, कोई अपना सामान बचा रहा है और भाग रहा है। ये रामानंद जी है,
हमारे बनारस के काशी के बहुत प्रसिद्ध संत रामानंद जी, ये जो है कि कबीर साहब जब मुस्लिम विद्यालयों में गए पढ़ने के लिए तो उनको नीची जात का बताकर मुस्लिम विद्यालयों में नहीं पढ़ने का अधिकार मिला। मतलब कि हर धर्म में पहले जातिवाद था, चाहे मुस्लिम हो चाहे हिंदू हो, हर धर्म में जातिवाद था। तो जब वो गए वहाँ पर मुस्लिम विद्यालयों में तो पढ़ने के लिए, तो वहाँ पर पढ़ने नहीं दिया गया। तब ये जो है कि हिंदुओं में गए, वहाँ पर जो हिंदुओं में पाठशालाएँ होती थी वहाँ पर पढ़ने गए, तो वहाँ से पंडित लोग इनको भगा दिए। तो इन कबीर साहब को पता चला कि रामानंद जी महाराज जो कि बहुत प्रसिद्ध हैं और उनसे गुरु दीक्षा लेना चाहते थे। तो उन्हें पता था कि 5 बजे भोर में जो है कि सीढ़ी से, गंगा की सीढ़ी से वो नहाने जाते थे। तो जाकर बच्चे के रूप में गंगे की सीढ़ी पर सो गए और रामानंद जी का पैर पड़ा तो राम राम बोले। उनको वही गुरु मंत्र, जैसे नहीं होता गुरु कोई दीक्षा देता है ना, तो दीक्षा के रूप में उसको रख लिए गुरु मंत्र के रूप में, और राम राम बजते बजते अपने घर पहुंच गए। तो ये देख रहे हैं उनकी माता ये खाना बनाते हुए उनको देखकर भक्का हो गए कि ये मेरा लड़का मुसलमान होकर ये कंठी माला कैसे पहन लिया। तो इन्हें पूछती हैं, तो वो कहते हैं, कबीर साहब कहते हैं कि हमको तो रामानंद जी ने अपना शिष्य बना लिया। तो रामानंद जी क्या ले जाते हैं, तो रामानंद जी कहते हैं कि नहीं, मैं तो शिष्य नहीं बनाया। तो कहे कि ये तो कह रहा है कि आपने शिष्य बना दिया। तो कहे कबीर साहब पूरी कहानी बताया कि प्रभु ऐसी ऐसी बात है, मैं गंगे के सीढ़ी पे लेटा था, आपने पैर रखा और मुझे मंत्र दे दिया। तो वही रामानंद जी प्रसन्न होकर जो है अब गले लगा लेते हैं और तब इनको शिष्य मान लेते हैं। और ये दृश्य देख लीजिए, वो सीढ़ी पे पैर रखते समय। ये रविदास जी महाराज, ये कबीरदास जी के गुरु भाई थे, रविदास जी महाराज। ये भी काशी के बहुत प्रसिद्ध थे और इनके भी भगत जगत बहुत जाते हैं अनगिनत। तो इनके कमंडल में अमृत नहीं होता है जैसे पहले के समय होता था। पहले के समय अमृत नहीं होता था, हाँ, पानी पी लेने से अमर हो जाना। तो ये कमंडल में इनके पानी था, जल। तो एक साधु को प्यास लगी थी, तो उसने पानी पीने के लिए मांगा कि मतलब कि महाराज जी अपने कमंडल से पानी पीजिए। महाराज जी पानी पीने के लिए मांगते हैं और कमाली है, कबीर साहब की शिष्य थी कमाली। ये जो है कि जब महाराज जी पानी पीने जा रहे थे तो उसमें झटके में मक्खी गिर गई, मच्छर। तो पानी ले जाके क्या की कमाली, कुएं में डाल दी। तो वही कुआं है, वो देख रहे हैं, उस समय का प्राचीन कुआं है, ऊपर से बनाया गया। हाँ, प्राचीन कुआं है। तो वो पानी डाल दी, तो इस कुएं में माना जाता है कि सारा अमृत इसी में। लोग आते हैं, अपना श्रद्धालु अपने अपने घर ले जाते हैं। ये स्वामी रामानंद जी के दादर शिष्य मंडल में कबीर साहब हैं, ये रविदास जी महाराज हैं दादर शिष्य मंडल में। ये हाईटेक झोपड़ी है सदगुरु कबीर साहब की, जो कि यहाँ के स्वामी विवेकदास जी महाराज है। उनको मतलब कि स्वप्न हुआ, जैसे एक सोच अंदर से उत्पन्न हुआ कि कबीर साहब जिस जगह पे, यहाँ पर पहले मकान बनी थी पहले, तो उनको जैसे अपने अंदर वो हुआ कि कबीर साहब इतने बड़े परिसर और इतने भक्त जन है कबीर साहब के पूरी दुनिया में, जो हिंदू मुस्लिम की एकता की बात रखते थे, पाखंडों को दूर भगाते थे। तो वैसे संत की कहीं जो है कि इतनी बड़ी कर्मस्थली है और उनका घर कोई नहीं है, तो उन्होंने क्या किया, कबीर साहब के समय से देखते हुए एक हाईटेक झोपड़ी बनाई। ये अभी निर्मित हुई है। इसमें क्या होगा ना, जब आज इस परिसर में आएंगे तो कबीर साहब चक्री चलाते थे, तो आप आएंगे तो चरखे का आवाज आएगा, ऑटोमेटिक। ये सब चरखा देख रहे हैं, चरखा जो है अपने आप चलेगी। ये ताना बाना है कपड़े सिलने की मशीन, ये अपने आप जो है चलने लगेगी, ये ऑटोमेटिक रहेगी। कि मतलब कि जैसे लगे कि हाँ हम कबीर मठ में है। तो वह अभी इस पे कुछ काम चल रहा है। ये हाईटेक एक तरीके से भव्य पूरे भारत में बनने वाली है। तो इधर यही है, ये उनके माता पिता की समाधि मंदिर है। ये जो उनके माता पिता मुस्लिम थे, कबीरदास माता पिता थे। जन्म करने वाली माता को, क्योंकि वो तो पाए गए थे, तो एक पालनहार माता पिता है निरोधला। അപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയ ഗൈഡിനെ കൊള്ളാം. അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയുന്ന കാര്യം പുറത്തായിട്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. ये कबीर साहब की पंच टोली है। जैसे कबीर साहब है, रविदास जी है, सिंह है, बड़े बड़े महात्मा जो पूरे विश्व में फेमस है। ये उनकी संत, मतलब जो
पाखंड इस देश में ब्राह्मणों द्वारा रचा गया था कि मतलब पत्थर पूजने से या फलाना करने से पाठ पूजा एकदम इतना वो कर दिए थे कि उनको दूध चढ़ाए, इतना वो था ना। उस चीज़ को ख़त्म करने के लिए कबीर साहब जो है कि मतलब भगवान को मानने के लिए, भगवान को तो सब, परमात्मा को सब मानता है, लेकिन जो उस समय के हिसाब से जो पाखंड था कई तरीके के पूजा पाठ करने वाला, उसको ख़त्म करने के लिए कबीर साहब जो है कि अपना एक संगठन नहीं होता है, एक संगठन चलाए, गांव घूम घूम कर लोगों को जगाने का काम किया। तो उनकी संत की टोली है, वो दृश्य दिखाया गया है कि मतलब गांव हो फिरा कैसे है ना कि अभी इसमें दिया होगा आपको, ये आप पूरे दृश्य है देखिए। कबीर साहब के बाद ये जो सभी जैसे उनके बाद पर इस गद्दी का जो मालिक हुए वो लगातार ये ऐसे करते अभी इस समय गद्दी के स्वयं स्वामी विवेकानंद जी महाराज हैं इस समय यहाँ पर। ये कबीर साहब के समय का जो है गोरखनाथ जी आए थे उस समय, तो साथ साथ मतलब अभी तो युद्ध होता है ना, पहले साथ साथ जो है कि पुस्तकों से लड़ा जाता है। जो ग्रंथ आप मजबूत है, पढ़े लिखे के हम मजबूत है, तो उस समय गोरखनाथ जी कबीर साहब से साथ साथ लड़ने आए पुस्तकों से। तो कबीर साहब कहे कि मैं आपसे लड़ने में सक्षम है, कहने मैं आपसे लूँगा। तो कहे क्या किए ना, त्रिशूल गाड़ कर गोरखनाथ जी अपने त्रिशूल पर अपने योग विद्या से बैठ गए, त्रिशूल पर बैठ गए। तो कबीर साहब बुनकर थे, तो एक धागा उठाए जमीन में से और फेंक दिए, और खूब ऊपर जाके आसमान के भी ऊपर जाकर वो बैठ गए। और गोरखनाथ जी मतलब हार मानकर अपने त्रिशूल को जो है यहाँ पर देकर चले गए। और ये उनके समय का कमंडल है, चरखा है, उन्हीं के समय का ये चरण पादुका है। അപ്പോൾ ഈ കബീറിൻ്റെ മണ്ണിൻ്റെ കഥ ഞാൻ പറഞ്ഞേക്കാളും വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. നമുക്ക് പറഞ്ഞത് ഈ വഴിയാണ്. താങ്ക്സ്. ഓക്കെ ബൈ. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കണം, ഇരുന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം, അതാണ് പരിപാടി. लिफ्ट इसके साथ इത്രയും ദൂരം ആയേगा. താങ്ക്സ്. നമ്മളിത്ര നടന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ആൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടെ അത്യാവശ്യം കുറച്ച് കഴിഞ്ഞ് ഇരിക്കേണ്ട ഒരു പ്ലാനാണ്. അപ്പോൾ ഇരിക്കാനൊക്കെ സ്ഥലം സെറ്റാക്കി തരാം. അതുപോലെ ഫോണിലൊക്കെ ചാർജും കുറവാണ്, അപ്പോൾ ചാർജ് ചെയ്യാൻ വിടണം. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആൾ കൊണ്ടുപോയേക്കണം. എന്തായാലും ഞാൻ ഈ സ്ഥലം ഇവിടത്തെക്കുറിച്ച് പറയണേക്കാൻ നന്നായിട്ട് ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞ്, എന്ന് വെച്ചാൽ ഫ്രീ ഗൈഡായിരുന്നു കേട്ടോ. ആളെൻ്റെ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ച് അങ്ങനെ കൊണ്ടുപോയി. ഫ്രീ ഗൈഡായിരുന്നു. എന്തായാലും താങ്ക്സ്. ബൈ. നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കേട്ടോ ഫോണൊക്കെ എടുത്ത്. ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്, കഴിക്കാൻ സമയമായി. ഇപ്പോൾ പറ്റുന്നത് കഴിക്കാനൊക്കെ വിളിച്ച് ഇന്നത്തെ ഉച്ച ഫുഡൊക്കെ സംസാരം പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാൽ മതി. 2 ദിവസം നിൽക്കാനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൽക്കുമെന്ന് തോന്നല്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെയാണ് ഫുഡ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെയാണ്, ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ദൂരം നമുക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ബാക്കി ഇറങ്ങണം. അപ്പോൾ ഇവിടെ അത്യാവശ്യം എന്താണ് എന്നൊക്കെ മനസ്സിലായി വരികയാണ് എനിക്ക്. അത്യാവശ്യം പൊളിയാനായിട്ട് ഇവിടെ ഇവർ നാട്ടിലോട്ട് നമ്മുടെ വന്നതിൻ്റെ സ്നേഹവും, അടുത്ത് രാവിലെ വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കഴിക്കാൻ ഉച്ചയ്ക്ക് എന്തായാലും ഉണ്ടാവണം, കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും വൈകിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ അവരൊക്കെ ഫുഡ് കഴിച്ച് തുടങ്ങി. ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഈ മണ്ഡപത്തിൽ അതിന് ആൾക്കാരാണ്. അപ്പോൾ അവർ കഴിച്ചു തുടങ്ങി. കഴിക്കാം. അപ്പോൾ ഒന്ന് കഴിക്കാൻ വിളിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ വിളിച്ചിട്ട് കഴിക്കാൻ പോട്ടെ. അപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിക്കണം. ഇവിടെ ഇരുന്നു ടീക്ക്. അപ്പോൾ എല്ലാവരും നോക്കണം കേട്ടോ, ഇവിടെ സ്ഥിരമായിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരായതുകൊണ്ട്. ഹായ്.
ആ അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പം ഞാൻ കഴിച്ച് അത്യാവശ്യം എല്ലാവരും കഴിച്ചൊക്കെ കഴിച്ച് ഇല്ല ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണ്. ഇത് മഠം പോലെയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും താമസിക്കണേ. അതിലാണ് ഇപ്പോൾ പോയേ. താങ്ക്സ്. നോക്കി ചേട്ടൻ തന്നെയാണ്. അടുത്ത് സീറ്റ്സ് അയച്ചോട് ഇപ്പോൾ കഴിച്ചേ ഉള്ളൂ. കഴിച്ചു സീറ്റ്സ് അയച്ച് കൊണ്ടുവന്ന് ഇത് കഴിക്കുമെന്ന് ചോദിച്ചിട്ട് വന്നത്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ് കേട്ടോ. ഇവിടുത്തെ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. അവിടെ നിന്ന് ഈ ചേട്ടൻ കൊണ്ടുവന്ന് ഇവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുകയാണ്. അകത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ കൊടുക്കുകയാണ്. അത്യാവശ്യം 10-30 പേരെങ്കിലും വരും ഇവിടെ. താങ്ക്സ്. അപ്പോൾ കഴിച്ച കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മൊത്തം കുരങ്ങ് വരെയാണ്. ഇവിടെയുള്ള ആൾക്കാർ കമ്പൊക്കെ പറക്കി അറിയാണ്. എന്താണെന്നറിയില്ല, എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഇറക്കാനാണ്. ഇത് അവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ താഴെ ഇരുന്നാണ് കേട്ടോ. ഇപ്പം എറിഞ്ഞെറിഞ്ഞ് മേളിലോട്ട് കയറ്റിയതാണ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള വേറൊരു വഴി കൂടെ വന്നു കേട്ടോ. അത് അകത്തുള്ളൊരു വഴിയാണ്. ആ വഴി വിടുന്ന സമയത്താണ് കുരങ്ങനെ ഓട്ടിക്കുക. എന്താണ് സംഭവം മനസ്സിലാവില്ല. കുരങ്ങനെ ഓട്ടിക്കാനായിട്ട് നമ്മളെ കാക്കയെ അടിക്കണം ആ സാധനം കൊണ്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണെന്നുള്ളത് പിന്നെ പിടിച്ച് അടി കിട്ടുമോ? അടി കിട്ടിയില്ല. ഞാൻ ഓട്ടിക്കാൻ ഞാൻ കേട്ടോ, അടിക്കാനല്ല. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കാനത്തെ പ്രശ്നങ്ങളുണ്ടെന്നാണ് കേട്ടോ. അതാണെന്ന് തോന്നുന്നു. ഇവിടെയുള്ള എല്ലാവരും ഓട്ടിക്കുകയാണ്. ഇത് അവരുടെയൊക്കെ റൂമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടുത്തെ നിമിഷങ്ങൾ എന്നത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞു പോടാ അങ്ങോട്ടോ. നമ്മുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു ബൈ. യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മളിറങ്ങിയാൽ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബായിയാണ് കേട്ടോ പറഞ്ഞേ. ബൈ. ആളിപ്പം പോണേ. ജായിക. ഓക്കെ താങ്ക്സ്. ആള് നല്ല മനുഷ്യനാണ് കേട്ടോ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ നമ്മുടെ കബീർ മന്ദിറിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഗൈഡിനെ കണ്ടത്. ഹായ് ബൈ ബൈ താങ്ക്സ്. ഇപ്പോൾ നമ്മുടെ ഗൈഡ് സാധിക്കുകയാണ്. बाय यार क्या अपना नाम क्या है? यश यादव. या गुड. वाराणसी रेलवे स्टेशन. ओके बाय बाय. 4 किलोमीटर 4 पैदल चले जाएंगे बाकी ബൈ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് യാത്രാവിശേഷം ഇത്രയൊക്കെ ആയിരിക്കും.